കോഴിക്കോട് തലശ്ശേരി മൈസൂരു റെയിൽപാതകൾക്ക് അനുമതിയും ഫണ്ടും തുടങ്ങി 14 ആവശ്യങ്ങളാണ് കേരളം മുന്നോട്ട് വച്ചത്. സുരേഷ് ഗോപി എം.പി. സഹായിച്ച് ഇതിലൊന്നുപോലും കിട്ടിയിട്ടില്ല. 25 ലക്ഷം കോടി രൂപ മറ്റു സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കുമ്പോഴാണ് ഏതാണ്ട് 40,000 കോടി പോലും കേരളത്തിന് ലഭിക്കാത്ത അവസ്ഥയുള്ളത്. വൻകിട പദ്ധതികളൊന്നുമില്ല. എയിംസ്, റെയിൽവേ കോച്ച് നിർമ്മാണശാല തുടങ്ങി നിരന്തരമായ ആവശ്യങ്ങളൊക്കെ ഈ ബഡ്ജറ്റിലും നിരാകരിച്ചിരിക്കുകയാണ്. IIT-കളുടെ വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ പാലക്കാട് IIT-ക്കും നേട്ടമുണ്ടാകും എന്നുള്ളതാണ് ആകെയുള്ള ആശ്വാസം. ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ലംഘിക്കുന്നതാണ് കേന്ദ്ര ബജറ്റിലെ സമീപനമെന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കൊരാശ്വാസമായിരുന്നു. അതിനുപോലും അർഹമായ വിഹിതം ബഡ്ജറ്റ് നീക്കിവെക്കുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലടക്കം കേരളം നേടിയ പുരോഗതി മുൻനിർത്തി കേരളത്തെ കേന്ദ്രം ശിക്ഷിക്കുന്നു.